ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു മൺഡേ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് എക്സാം ഇല്ലായിരുന്നു. ഇനി നമുക്ക് നാളത്തേക്കൊക്കെ ആയിരിക്കും എക്സാം വരിക. നാളെ ഇനി വരാൻ പോകുന്ന എക്സാം സോഷ്യൽ എക്സാമാണ്. അവധി ആയത് കാരണം ഞാൻ ഇവിടെ അമ്മ ജോലി ചെയ്യുന്ന ആശുപത്രിയിലോട്ട് വന്നതാണ്. ഇവിടെ കാണാൻ നല്ല രസമായിട്ട്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം വരാൻ പറ്റുന്നവർ മാക്സിമം വരിക. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇരുപ്പായിലാണ്. നമ്മൾ കോട്ടയത്തുള്ള ഇരുപ്പായിലാണ്. ആൻഡ് നമ്മൾ ലാബാണിത്. ലാബിൽ നമുക്ക് മൈക്രോസ്കോപ്പ് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ കമ്പ്യൂട്ടറും കുറേ മെഡിസിൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ തിരക്ക് വരുമ്പോൾ തപ്പി പിടിച്ച് വരുമ്പോൾ കുറേ നേരം എടുക്കും. കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം. ആൻഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ മെഡിസിൻസ്. ഇനി ഞാൻ ഇവിടെ ഒബ്സർവേഷൻ റൂമിലോട്ടാണ് വന്നിരിക്കുന്നത്. ഒബ്സർവേഷനിൽ 3 ബെഡ്റൂംസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഉണ്ട് കുറേ ബെഡ്, കുറേ അല്ല 3 ബെഡ്, പിന്നെ കൂളറ്, അതൊക്കെ ഉള്ളൂ. ആൻഡ് ഇതാണ് നമ്മുടെ പിന്നെ കുറച്ച് കോട്ടൻസും ഒക്കെ. ഇനിയും ഇവിടെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. ഇത് നമ്മുടെ സെൻറ്റർ ഭാഗമാണ് ആശുപത്രിയുടെ. കുഞ്ഞാശുപത്രിയാണ് കേട്ടോ. പിന്നെ ഡ്രസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കാണാൻ നല്ല രസമൊക്കെയാണ്. പിന്നെയാണ് ഇവിടുത്തെ വൈറ്റ് ബോർഡിൽ മിറിയം മെഡിക്കൽ സെൻറ്റർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ലാബിലോട്ട് പോയിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് കാണാം. ഇപ്പം നമ്മുടെ എക്സാമൊക്കെ ഇനി എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയാനുള്ളത് ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ 10th ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ 10th ക്ലാസ്സിലല്ലാത്ത കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ്. ആൻഡ് ഇത് ആണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വശം, മിറിയം മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ആശുപത്രി. അപ്പോൾ പറ്റുന്നവരെല്ലാം മാക്സിമം വരാൻ നോക്കുക കേട്ടോ. നല്ല ട്രീറ്റ്മെൻറ്റൊക്കെയാണ് ഇവിടെ. പിന്നീട് നമുക്ക് പൈസയുടെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ ഭയങ്കര ലെസ്സാണ്. അത് കാരണം മിക്കവരും ഇവിടെയാണ് വരാറുള്ളത്. ചില സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. സോ ഹാപ്പി. ആൻഡ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ഗിവ് അവേ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ നമുക്കിനി കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി 50 ആകാനായിട്ട്. അത് കഴിഞ്ഞ് 50 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 50 കിട്ടിയാൽ നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സ് ആവും. അങ്ങനെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കായിരിക്കും